കൂടുതൽ വാർത്തകളിലേക്ക്. ഇടുക്കി ചേറാടിയിൽ കുത്തേറ്റ സ്ത്രീ മരിച്ചു. കുമാരന്റെ ഭാര്യ തങ്കമ്മയാണ് മരിച്ചത്. മകൻ അജേഷിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. എസ് ജെയിൻ വിവരങ്ങളുമായിട്ട്. ജെയിൻ, എപ്പോഴാണ് അപ്പോൾ സ്വന്തം അമ്മയെ മകൻ കുത്തിയത്? രവീഷ്, അമ്മ മാത്രമല്ല അച്ഛനെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൂലമറ്റം ചേറാടിയിൽ താമസിക്കുന്ന കുമാരൻ, അതോടൊപ്പം തന്നെ ഭാര്യ തങ്കമ്മ, രണ്ടുപേരെയുമാണ് കുത്തേറ്റ നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംശയിക്കുന്നത് മകനാണ് കൊല നടത്തിയതെന്നാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ആ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മകൻ അജേഷ് കുമളിയിലാണ് താമസിക്കുന്നത്. 2 ദിവസം മുമ്പാണ് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നതിനായി ഇദ്ദേഹം എത്തിയത്. ഇന്നലെ രാത്രി ആ വീട്ടിൽ ചില ബഹളങ്ങൾ ഉണ്ടാവുകയും അവിടെ ബന്ധുക്കൾ ചെല്ലുകയും ചെയ്ത സമയത്ത് ഈ മകൻ പരിക്കേറ്റ നിലയിൽ ഒരു കത്തിയുമായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ഈ മകനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. മദ്യലഹരിയിലായിരുന്നു ഇയാൾ. അതിനുശേഷം ബന്ധുക്കൾ വീട്ടിൽ അജേഷിനെ ആക്കി. ഇന്ന് രാവിലെ വീണ്ടും വീട്ടിന് സമീപത്ത് എത്തിയപ്പോൾ വീട്ടിനകത്തു നിന്നും ഈ തങ്കമ്മ വെള്ളം ചോദിച്ച് കരയുന്നത് കേട്ടു. അതനുസരിച്ച് ആളുകൾ വീട്ടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് കുമാരൻ കട്ടിലിൽ കൊല്ലപ്പെട്ട നിലയിലും തങ്കമ്മ വളരെ മൃഗീയമായി പരിക്കേറ്റ് അവശ നിലയായി വീട്ടിനകത്ത് കിടക്കുന്നതും കണ്ടത്. തുടർന്ന് തങ്കമ്മയെ കോട്ടയം, ആദ്യം തൊടുപുഴയിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഈ 2 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അജേഷിനായിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എന്താണ് കൃത്യമായി നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഈ തങ്കമ്മ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്ന ഒരാൾ കൂടിയാണ്. ശരി, ജെയിൻ എസ് രാജാണ് വിവരങ്ങൾ നൽകിയത്.